ഏട്ടാ, ഏട്ടനൊന്നും കഴിക്കുന്നില്ലേ? അവള് വരാതെയോ? പോയിരിക്കുന്നത് നല്ലൊരുത്തന്റെ കൂടെയാണല്ലോ. അപ്പൊ നല്ല സമാധാനമായിട്ടിരിക്കാലോ ഇവിടെ. എന്തിനാ ഏട്ടാ വിശാലിനോട് എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? പഴയതൊക്കെ മറന്ന് അവനോടൊന്ന് ക്ഷമിച്ചൂടെ ഏട്ടന്? ക്ഷമിക്കാനോ? അവനോടോ? അതിന് ഞാൻ മരിക്കണം. എല്ലാം നീയും കൂടി ചേർന്നുള്ള കളിയാണെന്ന് എനിക്കറിയാം. നിന്റെ ഉള്ളിൽ പല മോഹങ്ങളുണ്ടായിരിക്കുമെന്നും എനിക്കറിയാം. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതൊന്നും നടക്കില്ല കാഞ്ചനെ. ഏട്ടൻ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുക. ഇപ്പോഴത്തെ അവസ്ഥയില് അക്ഷരയ്ക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏക വ്യക്തി വിശാല. ഒരിക്കൽ ഇതുപോലെ ആശ്രയിച്ചതിൻ്റെതാ ഇപ്പൊ ഈ കിടന്ന് അനുഭവിക്കുന്നത്. നിരഞ്ജന്റെ മുമ്പിൽ തല ഉയർത്തി നിന്ന് അവൾക്ക് സംസാരിക്കാൻ പറ്റില്ല. അതിന്റെ കാരണം ആരാണെന്നറിയാമല്ലോ, നിന്റെ മകൻ. എന്നിട്ട് അവൻ്റെ കൂടെ കറങ്ങാൻ പോയിരിക്കുന്നു. പോയതിൽ എന്താ തെറ്റ്? അതില് ഞാനൊരു തെറ്റും കാണുന്നില്ല. വേറെ ആരുടെയും കൂടെ അല്ലല്ലോ പോയത്, അവളുടെ കൊച്ചിന്റെ അച്ഛന്റെ കൂടെ അല്ലേ? അതിനെ ഇങ്ങനെ നടന്ന് തുള്ളേണ്ട ആവശ്യമില്ല. ഓ, അപ്പൊ നിന്റെ മനസ്സിലും അതൊക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ ഊഹിച്ചതൊന്നും വെറുതെ അല്ല. ഇല്ലടി, അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിന്റെ മകനെ കൊല്ലേണ്ടി വന്നാലും ശരി, ഞാനത് തടയും. മര്യാദയ്ക്ക് എണീറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത ഏട്ടൻ വിചാരിച്ച എന്ത് നടക്കുന്ന? വെറുതെ വാശി പിടിക്കാതിരിക്കുന്നതാ ഏട്ടന് നല്ലത്. അവർക്കിടയില് ഏട്ടൻ ചിന്തിക്കുന്നത് പോലെ ഒന്നുമില്ല. നിരഞ്ജൻ വഴിമാറി സഞ്ചരിച്ചതിന് എന്റെ മോൻ എന്ത് കഴിച്ചു? ആദ്യേ സ്വന്തം മരുമോനെ നന്നാക്കാൻ നോക്ക്, എന്നിട്ട് മതി എന്റെ മോനെ നന്നാക്കല്. ശരിയാ, നീ പറഞ്ഞത് ശരിയാ. തെറ്റെന്റെ ഭാഗത്ത് തന്നെയാ. നിരഞ്ജൻ ശരിയായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ ഇറങ്ങി പോയില്ലായിരുന്നു. ഏട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. ആരുടെ ഒരു ന്യായീകരണവും എനിക്ക് കേൾക്കണ്ട. എല്ലാവരുടെയും ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും സന്തോഷം, മനസ്സിലുള്ളതൊക്കെ തുറന്ന് പറഞ്ഞല്ലോ. ഏട്ടാ, ഞാൻ ഒന്നും കേൾക്കണമെന്ന് പറഞ്ഞില്ലേ? എനിക്കറിയാം എന്ത് വേണമെന്ന്. അത് ഞാൻ ചെയ്തോളാം. അതിനാരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല. ശരീരത്തിന് മാത്രമേ കുറച്ച് വയ്യാഴിക വന്നിട്ടുള്ളൂ. മനസ്സിന് ഇപ്പോഴും നല്ല ധൈര്യം തന്നെയാ. അതൊക്കെ നിനക്കൊക്കെ മനസ്സിലാവും അധികം വൈകാതെ തന്നെ. വിശാല പോയിക്കോ. നീയൊന്ന് നിന്നെ. ഒരു തവണ നീ എന്നെ കൊന്നതാണ്. പിന്നെയും പിന്നെ അതിനുള്ള പുറപ്പാടാണല്ലേ? എന്റെ ജീവൻ മതിയെങ്കിൽ നീ അതങ്ങ് എടുത്തോ. പകരം എന്റെ മകളെ നീ വെറുതെ വിടണം. അവൾക്കൊരു കുടുംബമുണ്ട്. അവൾ എങ്ങനെയെങ്കിലും സ്വസ്ഥമായി ജീവിച്ചോട്ടെ. അങ്കിള് കരുതുന്ന പോലെ നല്ല കാര്യങ്ങള്. അക്ഷര, അവക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ തീർക്കാൻ നീ ആരാ? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നോക്കാൻ നിരഞ്ജനുണ്ട്, അല്ലെങ്കിൽ ഞാനുണ്ട്. നിന്റെ സഹായം ഇവിടെ ആർക്കും ആവശ്യമില്ല. സഹായിക്കണമെന്ന് എനിക്കുമില്ല. പക്ഷേ അക്ഷര ആവശ്യപ്പെട്ടാൽ പറ്റില്ലെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. സാധിക്കണം, നിനക്കത് സാധിക്കണം. നിന്റെ ആരും അല്ലല്ലോ അവള്. ആ ബോധം എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവണം. എല്ലാം നശിപ്പിച്ചിട്ട് ഒരിക്കൽ ഇറങ്ങി പോയവനല്ലേ നീ? പിന്നെ എന്തിന് നീ വീണ്ടും ഇവിടെ വന്നു? എനിക്കത് ഇഷ്ടമല്ല. എന്റെ മകളൊരു ബുദ്ധിയില്ലാത്തവളാ. അതുകൊണ്ട് അവൾ നിന്നെ വീണ്ടും വിളിച്ചു വരുത്തിയത്. അവളുടെ സന്തോഷമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് അവളെ സഹായിക്കാൻ നിൽക്കരുത്.
നീ അവൾക്ക് ചെയ്യുന്ന സഹായങ്ങൾ മുഴുവൻ അവൾക്ക് ദോഷമായിട്ടേ വരൂ. അത് അവളുടെ ജീവിതത്തെ കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യും. അവളെ രക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ നീ. അവസാനം അതൊരു ശിക്ഷയായിട്ട് മാറും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇതൊരച്ഛന്റെ അപേക്ഷയാണ്, അത് നീ കേൾക്കണം. എനിക്ക് നിങ്ങളെല്ലാവരും വേണം. പക്ഷെ അക്ഷര അവള് വേദനിക്കുന്ന കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല. അങ്കിൾ എന്റെ അവസ്ഥയൊന്നും ദയവായിട്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ടായിരിക്കും ഒരു കാലത്ത് ശത്രുവിനെ പോലെ പെരുമാറിയിരുന്ന എന്നെ തന്നെ സഹായത്തിന് വേണ്ടി അവൾ വിളിച്ചത്? അതിന്റെ കാരണം ചിന്തിച്ചിട്ടുണ്ടോ അങ്കിള്? ഇല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കണം. ആ കാരണത്തിലുണ്ട് അങ്കിളിന്റെ സംശയത്തിലുള്ള എല്ലാ ഉത്തരങ്ങളും. ഞാൻ ഒരിക്കലും അവളുടെ ജീവിതം നശിപ്പിക്കില്ല. അവളും നിരഞ്ജൻ ഡോക്ടറും സന്തോഷത്തോടെ കഴിയുന്നത് കാണാനാ ഞാനും ആഗ്രഹിക്കുന്നത്. എന്റെ ഉള്ളില് ഒരു കള്ളത്തരവും ഇല്ല. അത് അക്ഷരയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്കിളും അത് മനസ്സിലാക്കണം. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇനി ആവശ്യപ്പെട്ട ഇനിയും സഹായിക്കും. അതെന്റെ കടമയാണ്. അങ്കിൾ എന്ത് കരുതിയാലും എനിക്കൊന്നുമില്ല. എനിക്ക് വലുത് അങ്കിളല്ല, അക്ഷരയാണ്. ഈ സമയത്ത് അമ്മയെ കാണാൻ വരാൻ പ്രത്യേക സമയം വല്ലതും ഉണ്ടോ? അതില്ല. മക്കൾക്ക് എപ്പോ വേണമെങ്കിലും വരാം. കല്യാണം കഴിഞ്ഞ മക്കളാണെങ്കിൽ ഭാര്യയും കുട്ടികളെയും കൂടി കൊണ്ടുവരണം. അതാ എല്ലാ അമ്മമാർക്കും ഇഷ്ടം. പിന്നെ ഇവിടെ നിൽക്കാൻ ഉദ്ദേശിച്ച് വന്നതാണെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. എനിക്ക് കൂട്ടുകിടക്കാൻ ആ സ്ത്രീ വരും. നിന്റെ ആവശ്യമില്ല. സ്ത്രീ വന്നോട്ടെ, ഞാനിവിടെ നിൽക്കുന്നുണ്ട്. എന്താ അമ്മേ കുഴപ്പം? നീ ഒരു ഡോക്ടറല്ലേ? കുഴപ്പം എന്താണെന്ന് നിനക്കറിയില്ലേ? ഒന്നും എനിക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിക്കണ്ട. എടാ, ആ പെണ്ണിന്റെ ശാപം മേടിച്ചു വെച്ചാ ഈ ജന്മത്ത് നീ ഗുണം പിടിക്കില്ല. അതല്ലെങ്കിലും ഗുണം പിടിക്കില്ലമ്മേ. ഗുണം പിടിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു.